എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 9ാമത്തെ ദിവസവും കണ്ടിന്യൂ ആയിട്ട് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലേക്ക് വന്നു. നമ്മുടെ മോർണിംഗിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ നേരെ ഡൗൺ സൈഡിലേക്ക് 200ഓളം പോയിന്റ് താഴത്തേക്ക് വന്നു. പക്ഷേ ഇന്നത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് തിരിച്ച് കയറി എല്ലാ ഇൻഡെക്സുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് കണ്ടിന്യൂ റെഡിൽ ക്ലോസ് ചെയ്തത് 8 ദിവസമാണ്. മാർക്കറ്റ് തിരിച്ച് കയറാൻ തുടങ്ങിയോ അല്ല മാർക്കറ്റിന് ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാവുന്നതാണ്. അതിനു മുൻപ് നമ്മുടെ ഒരു യൂട്യൂബ് ചാനലാണ്, ഒരു യൂട്യൂബ് ചാനൽ മീൻസ് നമ്മുടെ ട്രേഡിംഗ് യൂട്യൂബ് ചാനലാണ് ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ്. ഓക്കെ, ഇതിൽ കഴിഞ്ഞ ശനിയാഴ്ച മിനിഞ്ഞാന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആൽഗോ ഇൻഡിക്കേറ്ററിനെ സംബന്ധിച്ച് ഒറ്റത്തവണ 6000 രൂപ മുടക്കിയാൽ ക്യാപ്ഷനിൽ 5500ഓളം പേര് കണ്ടിട്ടുണ്ട്. അതിൽ 300ഓളം പേര് ഈ ഇൻഡിക്കേറ്റർ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഹാപ്പി, ഞാൻ കോടീശ്വരനായി. ഓക്കെ, ഞാൻ 300 ആൾ വാങ്ങി, ഞാൻ കോടീശ്വരനായി. ഞാനിത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ കമൻറ്റുകൾ വായിച്ചിട്ട് വളരെയധികം സന്തോഷിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കൂടുതലും അതിനൊന്നും മറുപടി കൊടുക്കാറില്ല. നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നവരിട്ടോട്ടെ, ഓരോരുത്തർക്കും ഓരോരോ മാനസിക സുഖമല്ലേ. നമ്മൾ ആരെയും നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ആരെയും പറ്റിക്കാനോ പോയിട്ടില്ല, ആരെയും പറ്റിച്ചിട്ടില്ല. ഓക്കെ, ഇതുവരെയും അങ്ങനെ ചിന്തിച്ചിട്ടില്ല, അങ്ങനെ ചിന്തിക്കുന്നുമില്ല. പറഞ്ഞു വന്നത് നെഗറ്റീവ് കമൻറ്റിൽ ഒന്ന്, ഇയാൾക്ക് കോടിപതിയാകാൻ വേണ്ടിയോ എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ 300 പേരോളം വാങ്ങി, 5500 പേര് കണ്ടിട്ട് 300 ആളായിട്ട് വാങ്ങിയിട്ടുള്ളൂ. അതൊരു സങ്കടം തന്നെയാണ്. എന്നാലും ഞാൻ ഹാപ്പി, ഞാൻ കോടീശ്വരനായി. മറ്റൊരു കമൻറ്റ്, ഞാൻ അരവൈദ്യനാണ്, ഇയാൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഓക്കെ, അരവൈദ്യം ചെയ്തിട്ട് ഞാൻ ഇയാളുടെ മൃതപ്രാണനാക്കിയോ ഇയാളെ? ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ അരവൈദ്യം അല്പജ്ഞാനം ചെയ്തുകൊണ്ട് ഞാൻ ഇയാളുടെ കോടികൾ നഷ്ടപ്പെടുത്തിയോ, ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തിയോ? അതുകൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ, എനിക്കും പറഞ്ഞു തരണം. അവിടെ ഇരിക്കട്ടെ. നെഗറ്റീവ് കമൻറ്റുകളോട് എനിക്ക് പ്രതികരിക്കുക എന്നുള്ളത് ഇങ്ങനെയാണ്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ പേടിക്കും. ഈ മാർക്കറ്റിൽ 90% ആളുകളും നഷ്ടത്തിലാണെന്നേ. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ്. മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചിട്ട് ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ ലക്ഷങ്ങൾ സമ്പാദിക്കുക അല്ലെങ്കിൽ ദിവസം 10,000 ഉണ്ടാക്കിയിട്ട് പോകുക എന്നുള്ളൊരു മൂഢവിശ്വാസമൊന്നും ആർക്കും ആർക്കും വേണ്ട. അതൊന്നും പറ്റില്ല. മാർക്കറ്റിൽ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു സംഗതിയുണ്ട്. അത് പല വിഷയങ്ങളിലും എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, പ്രവൃത്തി പരിചയം. നമ്മൾ കുറേ കാലം ഈ ചാർട്ടുകളും അതുപോലെ പാറ്റേണുകളും അതുപോലെ എല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഓർമ്മ വരും. നോക്കൂ, ഇത് ഇവിടെ തന്നെ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നിഫ്റ്റി ചെയ്തിരിക്കുന്നു. നോക്കൂ, നേരെ ഡൗൺ സൈഡ് വന്നു. ഓക്കെ, ഇവിടെ നമ്മൾ മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ആവുന്ന രൂപത്തിലുണ്ട്. ഇതാണ് അതിൻ്റെ ബോട്ടം ലെവൽ. ഈ ബോട്ടം ലെവലിൽ നിന്നും ടച്ച് ചെയ്തിട്ട് എത്രയാണ് താഴെ വന്നത്? കേവലം 68ഓളം പോയിൻ്റോ മറ്റാണ് താഴേക്ക് വന്നിട്ടുള്ളൂ. നോക്കൂ, 68 പോയിന്റ്. അതിനുശേഷം ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് കയറിയെങ്കിലും ഇത് കണ്ടിന്യൂ ഫർദറായിട്ട് ഇനി ഒരു ബുൾ ബാക്ക് ആണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ ചിന്തിക്കും? നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? കാരണം ഇവിടെ മറ്റൊരു റെസിസ്റ്റൻസ് സോണാണ്. ഇതൊരു റെസിസ്റ്റൻസ് സോണാണ്. നാളെ ഇവിടെ നിന്നും തട്ടിയിട്ട് താഴെ വരില്ല എന്ന് എന്താണ് ഉറപ്പ്? അപ്പോൾ ഈ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മൾ ക്യാൻഡിലിനെ കുറിച്ചിട്ടും പാറ്റേണിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാം. തിയറി നമുക്ക് പഠിക്കാം, നല്ലതാണ്. കാര്യങ്ങളൊക്കെ ഓരോ ക്യാൻഡിലിനെ കുറിച്ചിട്ട് ഓരോ പാറ്റേണിനെ കുറിച്ചുള്ള പേരുകളും അതുപോലെ ഇങ്ങനെ വന്നാൽ അങ്ങനെ പേര്, അങ്ങനെ പോയാൽ ഇങ്ങനെ പേര് എന്നൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. പക്ഷേ അതിനപ്പുറം ഞാൻ പറഞ്ഞില്ലേ, ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഈ എക്സ്പീരിയൻസ് ഇല്ലാതെ എത്രയോ ആളുകൾ പണം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ രോദനമാണ് ഈ നെഗറ്റീവ് കമൻറ്റ്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എന്നെപ്പോലെ ഒത്തിരി മെൻറ്റർമാരുണ്ട്. ഓക്കെ, നമ്മുടെ കേരളത്തിൽ തന്നെ എന്നെപ്പോലെ ഒത്തിരി മെൻറ്റർമാരുണ്ട്. അവരെയൊക്കെ പല ആളുകളെയും നമ്മൾ അറിയാം. ഒരുപാട് കൊട്ടിഘോഷിച്ചിട്ട് മുന്നിലേക്ക് വന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. എവിടെ എത്ര ആളുകൾക്ക് അവർ രക്ഷപ്പെടുത്തി? എത്ര ട്രേഡർമാരെ അവർ രക്ഷപ്പെടുത്തി? പറ്റില്ലെന്നേ. ആത്മാർത്ഥമായിട്ട് ഇതിൽ ജോലി ചെയ്ത ഒരാൾക്കും 1 രൂപ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ആരെയും പറ്റിക്കണമെന്നില്ല. ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കേട്ടു നോക്കൂ. കൂടുതലും കേൾക്കണ്ട. നിങ്ങൾ അവസാനത്തെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് കേട്ടു നോക്കൂ. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, ആരോടും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ മനസ്സിൽ കൈവച്ച് ഇന്ന് ചോദിക്കൂ, നിങ്ങൾ ഇന്ന് ട്രേഡ് ചെയ്തിട്ട് നഷ്ടമാണോ ലാഭമോ എന്നുള്ളത്. ഓക്കെ, ഇതുപോലുള്ള ഇൻഡിക്കേറ്റർ, ആൽഗോ ഇൻഡിക്കേറ്ററുകൾ ഒരുപാട്
ആളുകൾ ഇന്ന് മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് എത്രയാണ്, അതിന് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഫീ ഉണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കൂ. ഓക്കെ, ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് വാചാലനാവാൻ ശ്രമിക്കുന്നില്ല. നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്നവർ ചെയ്തുകൊണ്ടിരിക്കട്ടെ. അത് എനിക്ക് അതിലൊരു ടെൻഷനുള്ള കാര്യമല്ല. പിന്നെ ചില ആളുകളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അതായത് നമ്മൾ ഇത് ബൈ സിഗ്നൽ വന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഒരു ബൈക്ക് സിഗ്നൽ വന്നു, അവർ വിചാരിക്കുന്നത് ഈ ബൈക്ക് സിഗ്നൽ ഇതിൻ്റെ എൻഡിലല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് അടുത്ത ക്യാൻഡിൽ മുതലല്ലേ കിട്ടുക, അപ്പോൾ ഇവിടുന്ന് എത്രയാണ്, ഇവിടുന്ന് ഫുള്ള് പോയിൻ്റ് നമുക്ക് കിട്ടുമോ എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ കണ്ണ് മൂടിയിട്ടോ അല്ലെങ്കിൽ പഠിച്ചിട്ടോ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് വിവരം അറിയും. നിങ്ങളിതാ മേലേക്ക് പോകുന്നു എന്നും പറഞ്ഞിട്ട് ഇവിടെ നിന്നൊന്ന് എടുത്തു നോക്കൂ. മാർക്കറ്റിൻ്റെ ഗതിയും നിങ്ങളുടെ ക്യാപിറ്റലും അപ്പോൾ എന്താണ് അതിൻ്റെ ഫലം എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മുടെ ആൽഗോ ഇൻഡിക്കേറ്ററാണ്. ഈ ക്യാൻഡിലാണ് ഇത് ഫോം ആയിരിക്കുന്നത്. വേണ്ട, നിങ്ങൾ പറയുന്ന രൂപത്തിൽ ഈ ക്യാൻഡിൽ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ താഴെയും നിങ്ങൾ എടുക്കണ്ട. ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷമാണല്ലോ ഇത് താഴേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ എടുത്തു എന്ന് വിചാരിച്ചോളൂ. ഇവിടെ നിന്ന് തന്നെ എടുത്തു, അതായത് ഇതിൻ്റെ എൻഡിൽ ഇവിടെ നിന്ന് തന്നെ എടുത്താലും നിങ്ങൾക്ക് എത്ര പോയിൻ്റാണ്? 97 പോയിൻ്റാണ് റേസ് നടന്നിരിക്കുന്നത്. ഇൻഡെക്സിൽ 97 പോയിൻ്റ് അപ്സൈഡിൽ പോയി അല്ലെങ്കിൽ റാലി നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പോയിൻ്റ് നിങ്ങൾക്ക് സ്ട്രൈക്ക് പ്രൈസിൽ കിട്ടും? വെറുതെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യരുത്. ഞാൻ എപ്പോഴും പറയുന്നു, നമുക്ക് ആരുടെയും 1 രൂപയും വേണ്ട. നമ്മളാരെയും പറ്റിക്കാനും നിൽക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് വാങ്ങാം, താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ ചേരാം. എൻ്റെ കൂടെ ചേർന്നവരിൽ ഭൂരിഭാഗം ആളുകൾക്കും എന്നെക്കുറിച്ച് പരാതിയൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അത്രയും വളരെയധികം സൗമ്യമായും നീറ്റായിട്ടുമാണ് എല്ലാവരോടും പെരുമാറുന്നതും എല്ലാവർക്കും വേണ്ട വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതും. ആരെയും അയ്യേ എന്ന് പറയിപ്പിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എത്രയോ ആളുകൾ കമൻറ്റിൽ ഞാൻ ഇയാളുടെ സബ്സ്ക്രിപ്ഷൻ എടുത്ത ആളാണ്, ഇയാൾ തല്ലിപ്പൊളിയാണ്, ഇയാൾ ഫ്രോഡാണെന്ന് എത്ര കമൻറ്റുകൾ വന്നിട്ടുണ്ടാവും. അത്തരത്തിലുള്ള കമൻറ്റുകളൊന്നും അല്ലല്ലോ വന്നത്. ആദ്യമുള്ള വലിച്ചു നീട്ടില്ല. അതിനിപ്പോൾ 2x2 ഇട്ടാൽ മതി. ഇന്നിപ്പോൾ യൂട്യൂബിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് നോക്കുക, എൻ്റെ ട്രേഡിംഗ് ലൈഫിൽ അവസാന പരീക്ഷണമായിരുന്നു സാറിൻ്റെ ഇൻഡിക്കേറ്റർ. താങ്ക് യു. അത് പോസിറ്റീവാണ് കേട്ടോ കമൻറ്റ്. ഓർമ്മക്കുറവ് എപ്പോഴും ഉണ്ട്. പോട്ടെ, വീഡിയോ വൈകിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. സത്യം പറഞ്ഞാൽ ഇവൻ്റെ പൈസയൊക്കെയാണ് മാർക്കറ്റ് അടിച്ചു കൊണ്ട് പോണത്. ഓക്കെ സാരില്ല. ഇവരൊന്നും കാര്യം പറയുന്നില്ല. വലിച്ചും തെളിച്ചും തേങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും അത് സംസാരിക്കുമ്പോൾ അങ്ങനെ വരും. നമ്മൾ ഒരു പാർട്ടിൽ നിന്ന് ഒരു പാർട്ടിലേക്ക് കടക്കുമ്പോൾ പല വിഷയങ്ങൾ കടന്നു വരും. അത് ശരി, അതൊരു തെറ്റ് തന്നെയാണ്. ഇങ്ങനെ വലിച്ചു നീട്ടിൽ വളരെ ബോറാണത്. നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ കാണുമ്പോൾ നമുക്കും തോന്നാറുണ്ട് എന്തിനാണ് ഇങ്ങനെ വലിച്ചത്. പക്ഷേ അത് അങ്ങനെ ചെയ്യുന്നവർക്കാണ് അത് അറിയുള്ളൂ. കാരണം ഒരു കാര്യം പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അല്പജ്ഞാനായി മാറും. അതുകൊണ്ടാണ് ഇവിടെ ബൈ അവിടെ സെൽ. കുറച്ച് തട്ടിപ്പുകാർ ഇറങ്ങിയിട്ടുണ്ട്, സൂക്ഷിക്കുക. ഇയാൾക്ക് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് കോടിപതി ആകാൻ പാടില്ലേ? തട്ടിപ്പാണ്, ഭയങ്കര തട്ടിപ്പാണ്. തട്ടിപ്പ് നടത്തിയിട്ട് ഞാൻ എന്താ സോജൻ ജോസഫ്, ഇയാളുടെ എത്ര ഉറുപ്പ്യ ഞാൻ തട്ടിയിട്ടുണ്ട് ഒന്ന് പറയണം കേട്ടോ. താങ്കൾ ഒരു തവണയെങ്കിലും ലൈവ് ട്രേഡ് ചെയ്ത് കാണിക്കാമോ പഴയ ചാർട്ടിൽ? ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ വിറ്റാൽ ഇത്ര ലാഭമെന്ന് ആർക്കും അറിയാം. സുഹൃത്തെ, ലൈവ് ഇട്ടവരൊക്കെ തന്നെ ഇപ്പോൾ കുടുങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ കൂടെ കൊടുക്കണ്ട കേട്ടോ. ഞാൻ അതിന് തയ്യാറുമല്ല. എനിക്ക് അങ്ങനെയൊന്നും നിങ്ങളെ കാണിച്ചിട്ട് എനിക്ക് വേണ്ട. നിങ്ങൾ ചേരണ്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു നിർബന്ധം. ഞാൻ ആരോടെങ്കിലും ഇപ്പോൾ എൻ്റെ ടെലഗ്രാം ചാനലിൽ വന്നിട്ട് ആൽഗോ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് അറിയാനാണെന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് തിരിച്ച് റീപ്ലൈ ചെയ്യുന്നല്ലാതെ ഞാൻ നിങ്ങൾക്ക് വേണമെന്നോ നിങ്ങൾ എടുക്കുമെന്നോ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഗുണമാണെന്നോ അങ്ങനെ ഒരു വാക്ക്. ഒന്നാമത്തെ സമയമല്ല, പിന്നെ രണ്ടാമത്തെ എനിക്ക് അങ്ങനെ വേണ്ടെന്നേ. ഒരാളെ പറ്റിച്ചിട്ടൊന്നും എനിക്ക് വേണ്ട. ഒരു സുഹൃത്ത് നല്ലൊരു പോസിറ്റീവ് കമൻ്റ് കേട്ടോ. സുർജിത് സിംഗ് കാണിച്ചാൽ എന്ത് തരും ബ്രോ? ഓക്കെ, എനിക്കിഷ്ടമായി. 1,35,000 രൂപ ഇട്ട് ട്രേഡ് ചെയ്യുന്ന ഞാൻ ആരായി? നിങ്ങൾ വളരെ മിടുക്കനായി. പക്ഷേ 1,35,000 ഇട്ടിട്ട് നിങ്ങൾ ഫുള്ള് ക്യാപിറ്റലും ഇറക്കിയിട്ട് നിങ്ങളൊന്ന് ട്രേഡ് ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾ ആരാവും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. പറഞ്ഞ പോലെ ഇതിൽ ആൽഗോ സിഗ്നൽ വന്നതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ കാണിച്ച 2 ചാർട്ടിലും സിഗ്നൽ വന്നതിന് ശേഷം ചെറിയ പോയിൻ്റാണ് പോയിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇതിന് 60% അക്യുറസി വരിക? ചെറിയ പോയിൻ്റ് ആണെങ്കിൽ പോയില്ലേ അബൂബക്കറെ? ചെറിയ പോയിൻ്റ് ആണെങ്കിലും അത് നിങ്ങൾക്കൊരു 10 പോയിൻ്റെങ്കിലും കിട്ടിയോ? ഇന്ന് 10 പോയിൻ്റ് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് കിട്ടിയ 750 രൂപയായി. ഒരു ലോട്ട് എടുത്താൽ തന്നെ 750 രൂപയായില്ലേ? 10 ദിവസം എടുത്താൽ തന്നെ ഈ ഇൻഡിക്കേറ്ററിൻ്റെ കാശായില്ലേ? നിങ്ങൾ വാങ്ങാൻ വേണ്ടി പറയല്ല കേട്ടോ, നിങ്ങൾ വാങ്ങണ്ട. 6,000 രൂപ എന്തിനാ ഇവിടെ അടയ്ക്കേണ്ടതെന്ന് മനസ്സിലായില്ല. ഇതൊരു സാധു അറിയാതെയാണ് അദ്ദേഹത്തിന്. പക്ഷേ
അദ്ദേഹത്തിനെ കളിയാക്കിക്കൊണ്ട് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് സ്വന്തം ഡിമാറ്റ് അക്കൗണ്ടിൽ കൊടുക്കുക, മണ്ടൻ, വേറെ ആർക്കും കൊടുക്കണ്ട, പാവം ആ സാധുവിനെ കളിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊന്നും കളിയാക്കാൻ പാടില്ല. ഒരുത്തനെയൊന്നും ഒരാളുടെ വേഷമോ അല്ലെങ്കിൽ ഭൂഷണമോ ഒന്നും മനസ്സിലാക്കിയിട്ട് ഒന്നും അവരെ വിലയിരുത്താൻ പറ്റില്ല കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കുക. ആരെയും നമ്മൾ പുറം ഭംഗി കൊണ്ടോ അല്ലെങ്കിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സിലാക്കാൻ കഴിയില്ല. സാറിൻ്റെ കൂടെ ഇരുന്ന് 2 ദിവസം ട്രെയിനിങ് ചെയ്യാനുള്ള അവസരം തരുമോ? തീർച്ചയായും തരാം. പക്ഷേ ഞാൻ കോഴിക്കോട് പാലക്കാട് NH ഒരു ചെറിയ എൻ്റെ പഴയ ഷോപ്പിൽ ചെറിയ ഒരു ഓഫീസ് ഇട്ടിട്ട് ഇരിക്കുകയാണ്. ഞാനിതൊരു വലിയ ബിസിനസ് സാമ്രാജ്യമാക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല. എനിക്ക് വന്ന നോളജുകൾ ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നു. അതിന് ഞാൻ വലിയ ഓഫീസൊക്കെ എടുത്ത് സെറ്റപ്പിലൊന്നുമല്ല. ഒരു 2 സിസ്റ്റം ഉണ്ട്, 2 ഫോണുണ്ട്. അതും വെച്ചിട്ടാണ് ഈ കളികളൊക്കെ. ഫോറക്സ് ഉണ്ട്, കമ്മോഡിറ്റി ഉണ്ട്, സ്റ്റോക്ക് ഓപ്ഷൻ ഉണ്ട്, ഇൻഡെക്സ് ഉണ്ട്, ഡെറിവേറ്റീവ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ വൺ മാൻ ഷോ ആണ്. അപ്പോൾ എനിക്ക് കുറച്ച് പരിധികളുണ്ട്. കാണാനുള്ള മൂഡ് പോയി ലാഗാണ്, സോറി ബൈ. ഇതിപ്പോൾ ഈ വീഡിയോ അതിനെക്കാട്ടും ലാഗായിരിക്കും. നിങ്ങൾക്ക് കാണുന്നവർ കാണട്ടെ. ഓക്കെ, വേർപ്പിക്കുന്നില്ല ഈ പറഞ്ഞ രൂപത്തിൽ. നമുക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോമായ രൂപത്തിൽ തോന്നി. അതിന് ഇവിടെ ഈ ബോട്ടം ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. നാളെ ഈ ഒരു ലെവലിന് താഴെ, അതായത് 22,800 താഴെ 1 ഡേ ടൈം ഫ്രെയിമിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, താഴത്തേക്ക് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഇന്നലെ പറഞ്ഞ ക്യാപ്ഷൻ പോലെ 22,300 22,200 അടുത്തേക്ക് വരും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. മാർക്കറ്റ് അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഇപ്പം അങ്ങനെയാണ്. മറ്റൊരു കാര്യം എന്താ എന്ന് പറഞ്ഞാൽ, അതായത് ചെറുകിട നിക്ഷേപകർ, നമ്മളെപ്പോലെയുള്ള സ്വിംഗ് ട്രേഡർമാർ, ഷോർട്ട് ടൈമിനൊക്കെ ട്രേഡ് എടുക്കുന്നവർ വലിയ പൈസയ്ക്കുള്ള ട്രേഡൊന്നും എടുക്കില്ല. കൂടുതൽ ആളുകളും ചെറിയ ക്യാപിറ്റലൊക്കെ ഇട്ട് ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചെറിയ സ്റ്റോക്കുകളാണ് ചെയ്യുകയുള്ളൂ. ഇത്തരം ക്രാഷ് മാർക്കറ്റിൽ ചെറിയ സ്റ്റോക്കുകൾ എടുത്തവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അത് പെട്ടെന്ന് ഒരു നിഫ്റ്റിയൊക്കെ ഒരു 10% ഫാളായി കഴിഞ്ഞാൽ ചെറുകിട സ്റ്റോക്കുകളൊക്കെ വല്ലാതെ ഇടിഞ്ഞു പോകും. അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ചെറുകിട നിക്ഷേപകർ ഭയങ്കരമായിട്ട് പാനിക്കായി എല്ലാം തന്നെ വിറ്റ് തൊലച്ച് ഓടിപ്പോകുന്ന ഒരവസ്ഥ വരും. അങ്ങനെ ഓടിപ്പോകുന്നത് വീണ്ടും മാർക്കറ്റിന് താഴത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കൂടും. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 100 19,716 എന്നുള്ള ആൾ ടൈം ഹൈയിലേക്ക് എത്തിയിരുന്നു. അതിപ്പോൾ ഇന്ന് 14,050 ട്രേഡ് ചെയ്തത്. അതായത് 23% കൂടുതലാണ് ഫാളായിരിക്കുന്നത് എന്ന്. അതുപോലെ തന്നെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 അതും ഭയങ്കരമായ ഫാളാണ്. 14,150 ഇപ്പോൾ അത് എത്തി നിൽക്കുന്നത്. 24% അത് ഫോളോ ആയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സ്, ചെറിയ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ പാനിക്കായിട്ട് വിറ്റ് ഒഴിവാക്കി പോകുമ്പോൾ കൂടുതലും മാർക്കറ്റ് താഴുമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു സമ്മർദ്ദം കൂടിയാണിത്. അതുപോലെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 100 ഇൻഡെക്സിൽ ഒരുപാട്, അതായത് കനത്ത സെല്ലിംഗ് പ്രഷർ വന്നത് തേജസ് നെറ്റ്വർക്ക്, അതുപോലെ നാറ്റ്കോ ഫാമ, BEML, ഡാറ്റ പാറ്റേൺസ്, NCC, സൊണാറ്റ സോഫ്റ്റ്വെയർ തുടങ്ങി 28ഓളം കമ്പനികളാണ് വല്ലാതെ താഴ്ന്നു പോയത്. അപ്പോൾ ഇത്രയും താഴ്ന്ന ഷെയറുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ നമുക്കത് ഇനി തിരിച്ച് ബൈ ചെയ്യാനുള്ള ഒരു അവസരം എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടട്ടെ. ഇന്ന് മാർക്കറ്റ് ഒരു പോസിറ്റീവ് ടെൻഡൻസി, അതായത് നമുക്കൊരു ശുഭപ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത്. ഒരു റിക്കവറി മോഡിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ റിക്കവറി മോഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രൂപത്തിൽ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. നാളെ ഇതിനെ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് നാളെ വീണ്ടും താഴത്തേക്ക് വരികയാണെങ്കിൽ നാളത്തെ 1 ഡേ ടൈം ഫ്രെയിം, 1 ഡേ ക്യാൻഡിൽ ഇതിന് താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഇല്ല, ഫർദറായിട്ട് മേലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്കുകൾ തിരഞ്ഞു പിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 5 സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾ സ്വീകരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളുടെ പെർഫോമൻസ്, അതായത് അത് ബ്രേക്കൗട്ട് നടത്തിയോ ഇല്ല, അത് സപ്പോർട്ട് എടുത്തോ റെസിസ്റ്റൻസ് എടുത്തോ എന്നുള്ളത് നോക്കാം. ഇത് നിഫ്റ്റി 50 ആണ്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 22,770 നമ്മൾ ഒരു സപ്പോർട്ട് പറഞ്ഞത്. ഓക്കെ, ഇത് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയി. അപ്പോൾ നമുക്കത് ഗ്രീനുമല്ല റെഡുമല്ല
നമ്മുടെ സ്ട്രാറ്റജി വെച്ചിട്ട് ഗ്രീനുമല്ല റെഡുമല്ല ഡെയിലി വീഡിയോ കാണുന്നവർക്കാണ് ഈ വാക്കുകൾ മനസ്സിലാവുകയുള്ളൂ. നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ചെറുതായിട്ടൊരു 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എന്ന് പറയുമ്പോൾ ഇതാണ് സപ്പോർട്ട് ലെവൽ. ഈ 48,720 ഈ ഒരു ക്യാൻഡിലാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്യാൻഡിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ ഇതിൻ്റെ എൻഡാണ് നോക്കേണ്ടത്. ഇവിടെ നിന്നും എത്ര പോയിൻ്റ് ഡൗൺ സൈഡിലേക്ക് വന്നു? 120 പോയിൻ്റ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടാണ് മുകളിലേക്ക് പോയത്. ഒരു പക്ഷേ ഫർദറായിട്ട് വീണ്ടും നെക്സ്റ്റ് സപ്പോർട്ടായ 48,300 വരുമെന്ന് ഏതെങ്കിലും ട്രേഡർമാർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായിട്ടുണ്ടാവും? സ്റ്റോപ്പ് ലോസ് ആയിട്ടുണ്ടാവും. അത് ഒരു വാക്കൊക്കെ ഇടയ്ക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഗ്രീനിലാണോ റെഡിലാണോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? നമുക്കത് അവസാനം ഒന്ന് ആലോചിക്കാം. സെൻസെക്സ് കൂടെ ഒന്ന് നോക്കിയിട്ട് ആലോചിക്കാം. ഓക്കെ, സെൻസെക്സിലേക്ക് വരുമ്പോൾ നോക്കൂ. സെൻസെക്സ് 75,400 സപ്പോർട്ട്. അതേപോലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 74,500. ഇവിടെ നോക്കൂ, ഇതാണ് ഓപ്പൺ ചെയ്തിട്ട് നേരെ ഡൗൺ സൈഡിലേക്കാണ് വന്നത്. റെസിസ്റ്റൻസും സപ്പോർട്ടും ഇന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. അതേസമയം സപ്പോർട്ട് റെസ്പെക്റ്റ് ചെയ്ത് മുകളിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ നിഫ്റ്റിയിലും സെൻസെക്സിലും നമുക്ക് ഗ്രീൻ കത്തിയിട്ടില്ല. അതേസമയം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഗ്രീൻ കത്തി. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ രൂപത്തിൽ അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം എന്ത് ചെയ്യാം? ഞാൻ ആലോചിക്കുകയാണ്. എല്ലാ ദിവസവും ഗ്രീനിലാവുമ്പോൾ ഒരു പ്രയാസം നമുക്ക് ദൃഷ്ടിപ്പെടണ്ട. അതുകൊണ്ട് നമ്മൾ ഇന്ന് അത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ റെഡിലാണ് ഇന്ന് വരയ്ക്കുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ്. അപ്പോൾ 15-ാം തീയതി ഞാൻ നേരത്തെ വരച്ചതാണ്. 15-ാം തീയതി റെഡിലാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇന്നൊരു ദിവസം ഇങ്ങനെ കിടക്കട്ടെ. 15 കേട്ടോ, സോറി, ഇത് മായ്ക്കട്ടെ. 17-ാം തീയതി ഇന്നൊരു ദിവസം റെഡിൽ കിടക്കട്ടെ. നമുക്ക് ദൃഷ്ടിപ്പെടണ്ട. എല്ലാം ഗ്രീൻ ആകുമ്പോഴേ ദൃഷ്ടിപ്പെടും. ഇതിനു മുമ്പ് ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പൊതുവേ നമ്മളൊരു അരവൈദ്യനായതുകൊണ്ടേ. ഓക്കെ, ഇനി നാളേക്കുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് നിഫ്റ്റിയുടെ 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ്. നമുക്ക് നിഫ്റ്റി നാളെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 22,720 ആയിരിക്കും സപ്പോർട്ട്. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ 22,600 ആയിരിക്കും. അതേപോലെ റെസിസ്റ്റൻസ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് 23,000 കുറച്ച് മുകളിലേക്ക് വയ്ക്കാം. 23,140 ആയിരിക്കും. 1 അവറിലേക്ക് വരുമ്പോൾ 23,420 ആയിരിക്കും. നമുക്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. ഇതിന് 48,510 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് പോകാവുന്നതാണ് നാളെ. പക്ഷേ ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ തന്നെയാണ്. ഇവിടെ നിന്ന് തന്നെ എടുത്താൽ മതിയാവും. വേണ്ട, ഈ ലെവലിൽ 49,825 റെസിസ്റ്റൻസ് 15 മിനിറ്റ്സിൽ, 50,335 1 അവറിലും. അത് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ സെൻസെക്സിലേക്ക് വരുമ്പോൾ സപ്പോർട്ട് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഇതാണ് 75,300. 1 അവർ ടൈം ഫ്രെയിമിൽ 74,930. അതേപോലെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഒരു മാറ്റവും വേണ്ട. നമുക്ക് ഇത് തന്നെയാണ്. വേണമെങ്കിൽ അല്പം മുകളിലേക്ക് വയ്ക്കാം, ഒന്ന് വെയിറ്റ് ചെയ്യാം. പക്ഷേ ടൈം ഓവറാവുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് താഴെ നിന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് താഴെ റെസിസ്റ്റൻസ് വെക്കുകയാണെങ്കിൽ തന്നെ 76,600. ഓക്കെ, 76,600 വേണ്ട. ഇവിടെ എല്ലാം ചെറിയ ചെറിയ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ശരിക്കും ഇതാണ് ഇങ്ങനെ ഇവിടെ വെക്കുമ്പോൾ പിന്നെ ഇങ്ങോട്ട് വരും. പക്ഷേ ഇത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം അല്ല, 1 അവർ ടൈം ഫ്രെയിമാണ് വെച്ചിരുന്നത്. ഓക്കെ, 76,485 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ് സെൻസെക്സിൽ. 1 അവറിലേക്ക് വരുമ്പോൾ 77,380. ഓക്കെ, നമുക്ക് സെൻസെക്സിൽ ഇങ്ങനെയും വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക. ഈ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ മൊബൈലിൽ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബ്ലൂ ഈ കാണുന്നതാണ് പ്രൈസ്. ഇത് എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ലൈൻ ഇടുകയോ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.